വളരെ ദേഷ്യ സ്വഭാവക്കാരനായ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു സഞ്ചി നിറയെ ആണി കൊടുത്തു അവൻ്റെ അച്ഛൻ പറഞ്ഞു, മോനെ, നിനക്ക് ദേഷ്യം വരുന്ന ഓരോ സമയത്തും ഇതിൽ നിന്ന് ഒരു ആണിയെടുത്ത് നമ്മുടെ ആ പടിവാതിലിൽ അടിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അവന് ദേഷ്യം വരുന്ന ഓരോ സമയത്തും സഞ്ചിയിൽ നിന്ന് ഒരു ആണിയെടുത്ത് ആ പടിവാതിലിൽ അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യ ദിവസം അവൻ 37 ആണി അടിച്ചു. പിന്നീട് അവൻ എല്ലാ ദിവസവും അത് തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ അവന് മനസ്സിലായി, ദേഷ്യം നിയന്ത്രിക്കുന്നതാണ് ആണി അടിക്കുന്നതിനേക്കാൾ എളുപ്പമെന്ന്. അങ്ങനെ ഗ്രാജുവലി അവന്റെ ദേഷ്യം കുറഞ്ഞു വന്നു. അവസാനം തീരെ ദേഷ്യമില്ലാത്ത ദിവസങ്ങൾ വന്നു. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ എനിക്ക് ദേഷ്യം വരാറേ ഇല്ല. അച്ഛൻ അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം വരാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും നീ അന്നടിച്ചു വെച്ച ആണികൾ ഓരോന്നായി റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ അവൻ ദേഷ്യമില്ലാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും ഓരോ ആണി വീതം പറിച്ചെടുക്കാൻ തുടങ്ങി. അവസാനം പടിവാതിലിലെ എല്ലാ ആണികളും പിഴുതെടുത്ത് കഴിഞ്ഞു. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എല്ലാ ആണികളും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ അവനെയും കൂട്ടി നേരെ പടിവാതിലിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. പക്ഷെ നോക്കൂ, പടിവാതിലിൽ നീ അന്ന് ആണിയടിച്ചപ്പോഴുണ്ടായ ഓട്ടകളെല്ലാം ബാക്കിയാണ്. ഇതൊരിക്കലും നമുക്ക് പഴയതുപോലെ ആക്കാൻ കഴിയില്ല. നമ്മൾ ദേഷ്യത്തോടെ പ്രതികരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇതുപോലെ ഓരോ മുറിവുകളുണ്ടാകും. നമ്മൾ എത്ര സോറി പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്നും ആ മുറിവുകൾ ഉണങ്ങുന്നില്ല. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നാം സ്വയം നിയന്ത്രിക്കണം. ചൂടായി നിൽക്കുന്ന സമയങ്ങളിൽ നാം പ്രതികരിക്കാതിരിക്കുക.